സാമി സൈൻ, കെവിൻ ഓവൻസ് ഇവരുടെ എലിമിനേഷൻ ചേംബർ മാച്ചിൽ എന്ത് ടൈപ്പ് റൂൾസ് ആണ് WWE ആഡ് ചെയ്തിട്ടുള്ളത്, ഈ മാച്ച് എങ്ങനെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്ന് ഈ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ AJ സ്റ്റൈൽസ്, ബ്രോൺ ബ്രേക്കർ ഇവരുടെ IC ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാനിന് ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയും പറയാം. ഈ മാച്ച് 2 പ്രാവശ്യം നടക്കാൻ ചാൻസ് ഉണ്ടോ, അതോ ഒരു പ്രാവശ്യം നടന്ന് ഈ മാച്ച് അവസാനിക്കുമോ എന്നൊക്കെ. അതുപോലെ സ്മാക്ക് ഡൗണിൽ സോളോ സിക്കാവ എന്തുകൊണ്ടാണ് ജേക്കബ് ഫാട്ടുവിനെ സഹായിക്കുന്നത്, അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. ഇവരുടെ പ്ലാൻ എങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന്. ഇതിൽ ഫസ്റ്റ് AJ സ്റ്റൈൽസ്, ബ്രോൺ ബ്രേക്കർ ഇവരുടെ മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ മാച്ചിന്റെ സ്റ്റോറി WWE ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് റോ എപ്പിസോഡിൽ. അതിനു മുൻപ് ചെറിയൊരു സ്റ്റാർട്ടിങ് ബാക്ക് സ്റ്റേജിൽ കാണിച്ചുവെങ്കിലും ഇന്നലെയാണ് കറക്റ്റായിട്ടും സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ സ്പിയർ ചെയ്ത സമയത്ത് അത് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്കാണ് കിട്ടിയത്. ശേഷം AJ സ്റ്റൈൽസ് ബ്രോൺ ബ്രേക്കറിനെ അറ്റാക്ക് ചെയ്ത് റിങ്ങിൽ നിന്നും പുറത്താക്കി. നെക്സ്റ്റ് വീക്ക് ഇവർക്കൊരു സെഗ്മെന്റും WWE പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാൻസിന്റെ ഭാഗത്തു നിന്നും ഭയങ്കര സപ്പോർട്ടാണ് ഈ മാച്ചിന് വന്നിട്ടുള്ളത്. അതുപോലെ ഫാൻസിന്റെ ആഗ്രഹം എന്താണ് എന്ന് വെച്ചാൽ ഈ മാച്ച് എലിമിനേഷൻ ചേംബറിൽ വെക്കാതെ റസൽമേനിയയിൽ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇതേ ആഗ്രഹം തന്നെയാണ് നമ്മൾക്കും ഉള്ളത്. അതായത് ഇവരുടെ മാച്ച് റസൽമേനിയയിൽ വന്നാൽ അത് AJ സ്റ്റൈൽസിന് 100% ഗുണം ചെയ്യാൻ ചാൻസ് ഉണ്ട്. എലിമിനേഷൻ ചേംബർ ആണെങ്കിൽ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാച്ച് എല്ലാവരും റസൽമേനിയയിലാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ ഈ മാച്ച് എലിമിനേഷൻ ചേംബറിൽ കൺഫേം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് വീക്ക് ഈ മാച്ച് കൺഫേം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ മാച്ച് എലിമിനേഷൻ ചേംബറിൽ കൺഫേം ചെയ്ത് ആ ഒരു മാച്ചിന്റെ അവസാനം ബ്രോൺ ബ്രേക്കർ എന്തെങ്കിലും ചീറ്റ് ചെയ്ത് റോൾ പിൻ ചെയ്തോ അങ്ങാനും AJ സ്റ്റൈൽസിനെ തോൽപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകുന്നതായിട്ടോ ശേഷം ഇതേ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് റസൽമേനിയയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ലോഗൻ പോൾ വന്നിട്ടില്ല എങ്കിൽ മാത്രം ഈ മാച്ച് റസൽമേനിയ വരെ പോകും. അതല്ല ലോഗൻ പോൾ ഇടപെടാണെങ്കിൽ AJ സ്റ്റൈൽസ്, ലോഗൻ പോൾ ഇവരുടെ മാച്ച് നടക്കും. ഇപ്പോഴത്തെ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ AJ സ്റ്റൈൽസ്, ബ്രോൺ ബ്രേക്കർ ഇവര് റസൽമേനിയയിൽ മാച്ച് ചെയ്യുന്നതാണ് നല്ലത്. നോക്കാം ഈ മാച്ച് റസൽമേനിയ വരെ പോകുമോ എന്ന്. ഇപ്പോൾ വരുന്ന റൂമറെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ മാച്ച് 2 പ്രാവശ്യം നടക്കാനുള്ള ചാൻസ് ഉണ്ട്, എലിമിനേഷൻ ചേംബറിലും റസൽമേനിയയിലും. അപ്പോൾ റസൽമേനിയയിൽ ഈ മാച്ച് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ AJ സ്റ്റൈൽസിന് എന്തുകൊണ്ടും ഒരു ചാൻസ് കൂടുതലാണ് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ മാച്ച് റസൽമേനിയയിലാണോ കാണാൻ താല്പര്യമെന്ന്. എനിക്ക് ഈ മാച്ച് റസൽമേനിയയിൽ വരുന്നതാണ് ഇഷ്ടം എലിമിനേഷൻ ചേംബറിനേക്കാൾ. എന്തായാലും നോക്കാം 2 പ്രാവശ്യം ഈ മാച്ച് നടക്കുമോ എന്ന്. ഇങ്ങനെ നടന്ന അടിപൊളിയായിരിക്കും ഇവരുടെ സ്റ്റോറി ലൈൻ. ഇനി സോളോ സിക്കാവ എന്തുകൊണ്ടാണ് ജേക്കബ് ഫാട്ടിൻ്റെ കൂടെ ടീമായി മുന്നോട്ട് പോകുന്നത് പോലെ കാണിച്ചിട്ടുള്ളത്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവരുടെ റസൽമേനിയ മാച്ചാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മുൻപേ തന്നെ റൂമർ ഉണ്ടായിരുന്നു സോളോ സിക്കാവ, ജേക്കബ് ഫാട്ടു ഇവർക്ക് റസൽമേനിയ മാച്ച് വരും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയാണ് സോളോ സിക്കാവ വീണ്ടും വന്ന് ജേക്കബ് ഫാട്ടിനെ സഹായിക്കുന്നത് പോലെ കാണിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ തന്നെ കണ്ടതാണ്. എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആവാൻ വേണ്ടിയിട്ട് ബ്രോൺ സ്ട്രോമനെ വന്ന് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെയെല്ലാം ചെയ്ത് സഹായിക്കാൻ നോക്കുന്ന സമയത്ത് അത് നേരെ തിരിഞ്ഞ് ഇവർ ശത്രുക്കളാവാനാണ് ചാൻസ് ഉള്ളത്. അതിന്റെ സൂചനയും കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ കാണിച്ചിരുന്നു. അതായത് കോഡി റോഡ്സിനെ സമോൺ സ്പൈക്ക് ചെയ്തപ്പോൾ അത് ടോമോ ടോങ്കയ്ക്കാണ് കിട്ടിയത്. പിന്നീട് സോളോ സിക്കാവയോട് ജേക്കബ് ഫാട്ടു ദേഷ്യപ്പെടുന്നതായിട്ടല്ല. അപ്പോൾ ഇതുപോലെ ഇവരുടെ സ്റ്റോറി കൊണ്ടുപോയി റസൽമേനിയയിൽ മാച്ച് വെക്കാനാണ് പ്ലാന്. അതുകൊണ്ടാണ് ജേക്കബ് ഫാട്ടുവിൻ്റെ കൂടെ ഇപ്പോൾ സോളോ സിക്കാവ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മാച്ച് റസൽമേനിയയിൽ വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി അവസാനമായിട്ട് കെവിൻ ഓവൻസ്, സാമി സൈൻ ഇവരുടെ എലിമിനേഷൻ ചേംബർ മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു മാച്ച് സ്പെഷ്യൽ മാച്ചായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതായത് ഇതൊരു അൺസാങ്ഷൻഡ് മാച്ചായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രത്യേകത എന്താണ്, റൂൾസ് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ അങ്ങനെ പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഈ മാച്ചിൽ 2 റെസ്ലേഴ്സ് ഫൈറ്റ് ചെയ്ത് ചെയർ വെച്ച് കഴുത്തൊടിക്കുന്നത് പോലെ കാണിച്ചാലോ, അല്ലെങ്കിൽ കെവിൻ ഓവൻസ് പാക്കേജ് പൈൽ ഡ്രൈവർ സാമി സൈനെ ചെയറിന്റെ മുകളിലേക്ക് ചെയ്താലോ, അല്ലെങ്കിൽ അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് ചെയ്താലോ WWE ടീമൊന്നും അവിടെ വരാൻ പോകുന്നില്ല, സഹായിക്കാൻ പോകുന്നില്ല, മാച്ച് സ്റ്റോപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ മാച്ചിന്റെ റൂൾസ്. അതായത് ഈ മാച്ചിൽ എന്ത് സംഭവിച്ചാലും WWE ടീമിന് യാതൊരു പങ്കുമില്ല. ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിച്ചിട്ടുള്ള മാച്ചായിട്ടാണ് ഈ മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് കെവിൻ ഓവൻസ് പാക്കേജ് പൈൽ ഡ്രൈവർ സാമി സൈനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവരുടെ ROHലൊക്കെ ഒരു മാച്ച് നടന്നിട്ടുണ്ട് പണ്ട്. ആ മാച്ചൊക്കെ കണ്ടാലറിയാം എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന്. അതേ ടൈപ്പ് മാച്ചാണ് ഇവിടെയും പ്ലാൻ ചെയ്യുന്നത് എലിമിനേഷൻ ചേംബറിൽ.
അപ്പോൾ ആ മാച്ച് യൂട്യൂബിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ROHൽ അവരുടെ മാച്ച് കണ്ടു നോക്കുക. അതേപോലെയുള്ള ഒരു മാച്ചാണ് ഇവിടെയും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാച്ച് ഒരു മരണമാസ മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മാച്ചിൽ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ ഉണ്ടായാലും WWE ഒരു ഉത്തരവാദിത്തമില്ല. ഇങ്ങനെയാണ് ഇവരുടെ എലിമിനേഷൻ ചേംബർ മാച്ച് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാച്ചിന് നല്ല ഹൈപ്പ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം റാൻഡി ഓർട്ടന്റെ റിട്ടേൺ ഈ മാച്ചിൽ കാണാൻ സാധിക്കുമെന്ന് മുൻപേ തന്നെ റൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ മാച്ചിന് ഇത്തിരി ഹൈപ്പ് കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലൻ മാച്ച് നമുക്ക് എലിമിനേഷൻ ചേംബറിൽ കാണാം. അപ്പോൾ ഇവരുടെ മാച്ചിൽ ഇടപെടാതെ കറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ 5 സ്റ്റാർ നമുക്ക് ഈ മാച്ചിൽ ഉറപ്പിക്കാം. അതായത് ടൈം ലിമിറ്റ് വെക്കാതെ അവരുടെ ഇഷ്ടത്തിന് ഫൈറ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. WWEക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത മാച്ചായിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. ഈ മാച്ച് കാണാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വോയിസും റെക്കോർഡ് ചെയ്യുന്നത് ഹെഡ്സെറ്റിലാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും, ക്ഷമിക്കുക.